ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേനൂറും ഐസ്ക്രീം ചിക്കൻ ഫ്രൈ ആണ്. ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളൊരു ചിക്കനിലൊരു വെറൈറ്റി ഐറ്റമാണ് ഇട്ടത്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് നല്ല സപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. ആ സപ്പോർട്ടൊന്നും പോരാ, കുറച്ചുകൂടി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് ഫുൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ, ലൈക്ക്, ഷെയർ എല്ലാം നിങ്ങൾ പൂർവാധികം ഭംഗിയായി അങ്ങ് നടത്തിയേക്കണം. എന്നാലേ ഞങ്ങൾക്ക് മറ്റൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇനി വീഡിയോ എന്താണെന്ന് നോക്കാം, റെസിപ്പികൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ട ചിക്കൻ ഞാൻ ഏതാണ്ട് ഒരു 600 ഗ്രാം എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. അതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തത്. അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട മറ്റ് ഐറ്റങ്ങളെന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ഒരു 3/4 കപ്പ്, അത് ചെറിയ കപ്പിൽ 3/4 കപ്പാണ്. അതുപോലെ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ തേനും ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടെ ഉണ്ട്. ഐസ്ക്രീം നമ്മുടെ വശമുണ്ട്, അത് നമ്മുടെ ഇതിൽ ചേർക്കാറാകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു മിക്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കോൺഫ്ലവറാണ്. ആ 3/4 കപ്പ് കോൺഫ്ലവർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം മഞ്ഞൾപ്പൊടി, ഒരുപാട് ചേർക്കേണ്ട, അല്പം മഞ്ഞൾപ്പൊടി. ഇത് എരിവിന് വേണ്ടിയല്ല, ഒരു ചെറിയ കളറിന് വേണ്ടിയാണ്. കാശ്മീരി മുളക് പൊടി ഒരു 3/4 സ്പൂൺ. ശേഷം കുരുമുളക് പൊടി. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്, കാരണം കോഴിയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇതിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. മസാലക്കൂട്ടൊക്കെ ചേർത്ത് ചിക്കനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസ്ക്രീം ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഐസ്ക്രീം എടുത്തതിന് മിനറൽ ബോയുടെ തന്നെ പിസ്തയുടെയാണ്, കാരണം ഇതിന് അല്പം മധുരം കുറവാണ്. ഇതിന് നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിക്ക് മധുരം ഒരുപാട് വേണ്ട, കാരണം തേനൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പിസ്തയുടെ ഐസ്ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നിങ്ങളും ട്രൈ ചെയ്യുമ്പോൾ കഴിവതും അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒരുപാടൊന്നും ചേർക്കേണ്ട, ഒരു 2 സ്പൂൺ. എൻ്റെ നട്ട്സൊന്നും വേണമെന്നില്ല, നട്ട്സൊന്നും എടുക്കാതെ തന്നെ നമുക്കിതിലോട്ട് ഐസ്ക്രീം മാത്രം എടുത്ത് ചേർക്കാം. മതിയാവും. ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം. പൂസേ ഇത് വെച്ചോ, നല്ലോണം അടച്ച് വയ്ക്കണേ. അപ്പോൾ ഇതിനെയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം, ഐസ്ക്രീമും കൂടെ ചേർത്ത്. അങ്ങനെ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഒഴിച്ച് ചിക്കനെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ ഇത് സെറ്റാകാൻ വെക്കണം. എന്നാലേ ഈ മസാലക്കൂട്ടും ഐസ്ക്രീമിൻ്റെ ഫ്ലേവറും ഒക്കെ ഇതിൽ നല്ലപോലെ ഈ പീസുകളിൽ പിടിച്ച് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ. ചിക്കൻ അങ്ങനെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് പാചകമൊക്കെ നമ്മളെ വീട്ടിൽ വെച്ചായിരിക്കും ചെയ്യുന്നത്. കാരണം ഈ സ്ഥലത്ത് നമുക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യമില്ല, കാരണം മഴ അങ്ങനെ പെയ്യുന്നെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. എന്തായാലും നമ്മൾ മഴയൊക്കെ മാറിയതിന് ശേഷം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച്, അതായത് ഔട്ട്ഡോറിൽ വെച്ച് പാചകം ചെയ്യുന്ന വീഡിയോകൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേര് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് പുറത്തൊക്കെ പോയി ഒന്ന് വീഡിയോ ചെയ്യണം. അപ്പോൾ തീർച്ചയായും നമ്മൾ കേൾക്കും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൻ്റെ ഇത് വെച്ച് നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ അത് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് തൽക്കാലം യാത്ര പറയുകയാണ്. അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങളൊന്ന് കാണുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഷെയറും കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്ത് വയ്ക്കുക.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനൊക്കെ നല്ല അടിപൊളിയായി മസാലയൊക്കെ പിടിച്ച് റെഡി ആയിരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിലേക്കായി ഞാനൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് കത്തിച്ച് നല്ലപോലെ ചൂടാക്കി എടുക്കണം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ തിളച്ചാന്ന് നോക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഓരോ പീസായിട്ട് അങ്ങോട്ട് പറക്കി വെച്ച് കൊടുക്കാം. എണ്ണ തിളച്ചില്ലേ? ഇവിടെ തിളച്ചല്ലേ അല്ലേ? തിളച്ചു. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ഫ്രൈ മാത്രമേ ആദ്യം ഈ എല്ലാ പീസുകളും നമ്മൾ ചെയ്യത്തുള്ളൂ. അതിനെ കോരി മാറ്റിയ ശേഷം നല്ലതുപോലെ തണുത്ത ശേഷം രണ്ടാമത് നമ്മളൊന്ന് ഫ്രൈ ചെയ്യും. കാരണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഡീപ് ഫ്രൈ ആയി എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഡീപ് ഫ്രൈ ആകത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്ത് കോരി മാറ്റി തണുത്ത ശേഷം വീണ്ടും നമ്മൾ ഈ എണ്ണയിലിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്യും. അത് നല്ലപോലെ ക്രിസ്പി ആവാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ചിക്കൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നല്ലപോലെ ഹാഫ് ഫ്രൈ ചെയ്ത് വറുത്തെടുത്തിട്ടുണ്ട് മൊത്തം പീസുകളും. ഇനി ഇത് നല്ലപോലെ തണുത്ത ശേഷം മാത്രമാണ് നമ്മൾ രണ്ടാമതൊന്നുകൂടി നല്ലതുപോലെ വറുക്കുന്നത്. അപ്പം തണുത്ത് വരുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. രണ്ടാമതൊന്നുകൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ വേറെ ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ചീനിച്ചട്ടി ഒന്നും മാറ്റേണ്ട ട്രൈ ചെയ്യുമ്പോൾ. കാരണം ആദ്യം ഞാൻ വറുത്തെടുത്ത പാനിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയോണ്ടാണ് ഞാൻ ചീനിച്ചട്ടി മാറ്റിയത്. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലിരുന്ന എണ്ണ തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ചേക്കുന്നത്. ഇനി എണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഈ ചിക്കൻ പീസുകളെ നല്ലതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓരോ പീസുകൾ പറക്കി വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. ചിക്കൻ അങ്ങനെ നല്ലതുപോലെ 2 തവണയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേനൊക്കെ ഒഴിച്ച് ഒരു ചെറിയൊരു മസാല കൂട്ടൊക്കെ കൂട്ടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ അതിലേക്കായിട്ട് നേരത്തെ നമ്മൾ പൊരിച്ചെടുത്ത ചീനിച്ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ അല്പം എണ്ണ ബാക്കി വന്നിട്ടുണ്ട്. ആ എണ്ണ തന്നെ നമുക്ക് ഈ മസാല കൂട്ടിന് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ. തീ കുറച്ച് വയ്ക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കെച്ചപ്പ്, ഇനി ലേശം സോയാ സോസ് ലേശം ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ലേശം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി. അപ്പോൾ ആദ്യത്തെ മസാലക്കൂട്ടെല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ തേൻ. ഞാനത് ഇതിലേക്ക് 1 സ്പൂണേ എടുത്തിട്ടുള്ളൂ. നമ്മളെ ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 എണ്ണം ഒഴിക്കണം. ഈ സ്പൂണിൽ ഞാൻ 1 സ്പൂണേ എടുത്തിട്ടുള്ളൂ. അതിനെയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തേൻ ഒഴിച്ച മസാലക്കൂട്ടും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മുടെ പീസിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ തേനൂറും ഐസ്ക്രീം ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു പാനിലോട്ട് മാറ്റാം. ഒരു പാനിലോട്ടോ ഒരു പ്ലേറ്റിലോട്ടോ അങ്ങനെ മാറ്റാം. ഇത് നമ്മുടെ തേനൂറും ഐസ്ക്രീം ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങളുടെ മുമ്പ് ഇതാ ഇരിപ്പുണ്ട്. നല്ല കളറും കാര്യങ്ങളൊക്കെയാണ്. ഏതാണ്ടില്ല നമ്മളെന്താ പറയും, ഈത്തപ്പഴം, അടിപൊളി ഈത്തപ്പഴം ഇരിക്കുന്ന മാതിരിയല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ലേശം വെളുത്ത എള്ളിട്ട് കൊടുക്കാം. മതിയാവും.
കൂടുതലിട്ട് അഭംഗിയാക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ തേനൂറും ഐസ്ക്രീം ചിക്കൻ ഫ്രൈ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ഇനി അതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പീസ് എടുക്കുകയാണ് ഞാൻ. യെസ് ചേട്ടാ അപ്പൂസേ. ഓക്കെ. കൊള്ളാം. ആവശ്യത്തിന് എരിവും എന്താ പറയാൻ തേനിൻ്റെ ആ ഒരു ടേസ്റ്റും മൊത്തത്തിലുള്ള മസാലയുടെ എല്ലാ ഒരു ക്രിസ്പിയും നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി ഒരു റെസിപ്പിയാണ്. ഞാൻ ചെയ്തുകൊണ്ടല്ല പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത ശേഷം എന്തായാലും നിങ്ങളെ കമൻറ്റിൽ വന്ന് പറയുകയും വേണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ, കൂടാതെ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അങ്ങറ്റം കാണുന്ന ബെല്ലൈക്കൺ അതിനോടൊപ്പമുള്ള ഓൾ എന്ന ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി യഥാസമയം നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും. അപ്പം ഞങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെയും എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ നിർത്തുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.